നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ KSIDCയിൽ നടന്ന SFIO അന്വേഷണത്തിൽ നിർണായകമായ പല വിവരങ്ങളും ലഭിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 3.5 മണിക്കൂർ നീണ്ട ശക്തമായ പരിശോധനയാണ് KSIDCയിൽ SFIO നടത്തിയത്. KSIDCയുടെ അക്കൗണ്ട് സോഫ്റ്റ്വെയർ SFIO സംഘം ശേഖരിച്ചു. നിർണായകമായ തെളിവുകൾക്കൊപ്പം ചില മൊഴി ശേഖരണവും SFIO നടത്തിയിരിക്കുന്നു. CMRL ഓഫീസിൽ നിന്ന് നേരത്തെ പിടിച്ചെടുത്ത രേഖകളും തെളിവുകളുമൊക്കെ ഇപ്പോൾ KSIDCയിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ പശ്ചാത്തലത്തിൽ ഒത്തുനോക്കുകയാണ് SFIO സംഘം. SFIO അന്വേഷണ സംഘത്തലവൻ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്ത് KSIDCയിൽ ശക്തമായ പരിശോധനകൾ നടന്നത്. SFIO ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ 3 അംഗ സംഘമാണ് KSIDC ഓഫീസിൽ ഇന്നലെ പരിശോധന നടത്തിയത്. CMRലും KSIDCയും തമ്മിലുള്ള ഇടപാടുകളാണ് അന്വേഷണ സംഘം മുഖ്യമായി പരിശോധിക്കുന്നത്. ജനുവരി അവസാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ കമ്പനിയുടെ ദുരൂഹമായ ഇടപാടുകൾ അന്വേഷിക്കാൻ SFIOയ്ക്ക് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. സൂക്ഷ്മതയോടെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നത്. ആദ്യം CMRലിൻ്റെ ആലുവയിലെ ഓഫീസ്, തൊട്ടു പിന്നാലെ ആദായനികുതി വകുപ്പ് ഓഫീസിലെത്തി വിവരശേഖരണം. അതിനുശേഷം മിന്നൽ വേഗതയിലാണ് SFIO സംഘം തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. തിരുവനന്തപുരത്തെത്തിയ SFIO സംഘം ഇന്നലെ KSIDCയിൽ നടത്തിയ റെയ്ഡിനും പരിശോധനകൾക്ക് ശേഷം ഇപ്പോഴും തലസ്ഥാനത്ത് തുടരുന്നു. അതുകൊണ്ട് തന്നെ ദില്ലിയിലേക്ക് തിരിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിക്കും കൂട്ടർക്കുമൊക്കെ ഉള്ളിൽ വേവാളുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ എക്സാലോജി കമ്പനിക്കെതിരെയും CMRL കമ്പനിക്കെതിരെയും അന്വേഷണം ആരംഭിച്ച സ്ഥിതിയിൽ KSIDCക്കെതിരെ എന്തുകൊണ്ട് അന്വേഷണം എന്ന ചോദ്യവുമായി ഇന്നലെ KSIDC ഹൈക്കോടതിയെ സമീപിച്ചു. ഒരു സിറ്റിങ്ങിന് 25 ലക്ഷം രൂപ ഫീസ് വാങ്ങുന്ന അഭിഭാഷകനാണ് KSIDCക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത്. ഹൈക്കോടതിയിൽ സ്റ്റേ അപേക്ഷയുമായി KSIDC ഓടിയെത്തുന്നതിന് 1 മണിക്കൂർ മുൻപ് SFIO ഉദ്യോഗസ്ഥർ KSIDC ഓഫീസിൽ കയറി. എന്നാൽ KSIDCയുടെ ഈ അപേക്ഷ ഹൈക്കോടതി തള്ളിക്കളയുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത് എന്ന് KSIDCയോട് ഹൈക്കോടതിയുടെ ചോദ്യം. ഒളിക്കാൻ ഒന്നുമില്ലെങ്കിൽ ഭയക്കേണ്ടതില്ലല്ലോ എന്ന് ഹൈക്കോടതി അഭിഭാഷകനോട് ചോദിച്ചു. വിവരങ്ങൾ തേടി തങ്ങൾക്കയച്ച നോട്ടീസും SFIO അന്വേഷണവും റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് KSIDCയുടെ ഹർജി. വിചിത്രമെന്നാണ് കോടതി ഹർജിയെ വിശേഷിപ്പിച്ചതുപോലും. ഹർജി പരിഗണിക്കവേ പൊതുമേഖലാ കമ്പനി എന്ന നിലയിൽ അന്വേഷണത്തെക്കുറിച്ച് എന്തിനാണ് ഇത്ര ആശങ്ക എന്ന് കോടതി ചോദിച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിലാണ് ഈ ഹർജി എത്തിയത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി എടുത്തുകൂടെയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചില വിവരങ്ങൾ മാത്രം ശേഖരിക്കുന്നതിന് നിങ്ങൾക്കെന്താണിത്ര ഭയം, നിങ്ങൾക്കെന്താണിത്ര വെപ്രാളം എന്ന് ഹൈക്കോടതി ഹർജിക്കാരനോട് ചോദിച്ചു. നിങ്ങൾക്കിതിന് മറുപടി നൽകാൻ കഴിയുമോ? KSIDCക്ക് വേണ്ടി ഹാജരായത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ CS വൈദ്യനാഥൻ. ഇതുതന്നെയാണ് പൊതുസമൂഹത്തിനേറെ സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു സിറ്റിങ്ങിന് 25 ലക്ഷം രൂപ ഫീസ് വാങ്ങുന്ന സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനെ എന്തിനാണ് KSIDC ഭയക്കാൻ ഒന്നുമില്ലെങ്കിൽ കളത്തിലിറക്കിയത്? ഇതിനിടയിൽ KSIDCയുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നു. 2 സ്വകാര്യ കമ്പനികൾ ഉൾപ്പെട്ട ഇത്തരമൊരു കേസന്വേഷണത്തിൽ തങ്ങൾക്കെന്താണ് കാര്യം എന്നാണ് ഹർജിയുമായി ഹൈക്കോടതിയിലെത്തിയപ്പോൾ KSIDC ചോദിച്ചത്. എന്നാൽ KSIDCക്ക് ഇതിൽ കൃത്യമായ കാര്യങ്ങളുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ പുറത്തു വരുന്നു. മുൻപ് CMRലിലേക്ക് KSIDC അയച്ച 3 നോമിനികൾ തന്നെയാണ് ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നതും. ഈ 3 നോമിനികളും KSIDCയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇപ്പോഴും CMRL ഡയറക്ടർ ബോർഡിൽ തുടരുന്നു. എന്താണിവർക്ക് CMRL ഡയറക്ടർ ബോർഡിൽ ഇത്ര ഹോൾഡ്? ചില പ്രത്യേക നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അവരിപ്പോഴും CMRL ബോർഡിൽ ഇരിക്കുന്നതെന്ന് വ്യക്തം. അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ SFIO ശേഖരിച്ചു കഴിഞ്ഞു. ജനറൽ മാനേജർമാരായിരിക്കെ KSIDC നോമിനിയായി CMRL ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെത്തിയ AJ പൈ, TP തോമസ് കുട്ടി, R രവിചന്ദ്രൻ എന്നിവരാണ് വിരമിച്ചതിന് ശേഷം ഇപ്പോഴും CMRലിൽ തുടരുന്നത്. സർക്കാർ നോമിനികളായി ഒരു സ്വകാര്യ കമ്പനിയുടെ ബോർഡിലെത്തിയ ഇവർ സർക്കാർ ഉദ്യോഗ പദവിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇപ്പോഴും സ്വകാര്യ കമ്പനിയുടെ ബോർഡിൽ തുടരുന്നു.
ഇതിൽ നിന്ന് തന്നെ അവിശുദ്ധ ബന്ധം കൃത്യമായി തെളിഞ്ഞു വരുന്നു. എന്തുകൊണ്ടാണ് ഈ 3 നോമിനികൾ ഇപ്പോഴും CMRL തുടരുന്നത് എന്ന് വിശദീകരിക്കേണ്ടി വരും KSIDCക്ക്. അതുകൊണ്ട് തന്നെ ഭയക്കാൻ ഏറെയുണ്ട്, മടിയിൽ കനമുണ്ട് എന്നതാണ് വ്യക്തമായ വിവരങ്ങൾ. KSIDCയുടെ ഔദ്യോഗിക നോമിനി കൂടി പങ്കെടുത്ത യോഗത്തിൽ വെച്ചാണ് ഈ 3 പേരെയും പിന്നീട് നിയമിച്ചത്. ഇക്കാര്യങ്ങളിൽ KSIDCക്ക് എന്തു വിശദീകരണമാണ് ഇനി SFIOയ്ക്ക് മുന്നിൽ നൽകാനുള്ളത്? ഈ ചോദ്യത്തിന് മുന്നിൽ ആദ്യം പതറിയ KSIDC ഇപ്പോൾ വിറയ്ക്കുകയാണ്. ഹൈക്കോടതിയിൽ നിന്നുകൂടി അവരെ ഓടിച്ചതോടെ അന്വേഷണം നേരിട്ട് എക്സാലോജിക്കിലേക്കും വീണ വിജയനിലേക്കും ഇരച്ചെത്തുന്ന കാഴ്ച. മിന്നൽ വേഗതയിൽ SFIO ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെത്തിയെങ്കിൽ ഇനി അവർ കടന്നു ചെല്ലുന്നത് ക്ലിഫ് ഹൗസിലേക്കും AKG സെന്ററിലേക്കും. R രവിചന്ദ്രൻ എന്ന ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ മെയ് മാസമാണ് KSIDCയിൽ നിന്ന് വിരമിച്ചത്. എന്നാൽ CMRLൽ അദ്ദേഹം ഇപ്പോഴും തുടരുന്നത് KSIDCയുടെ നോമിനിയായി. ഇക്കാര്യങ്ങൾ CMRL ഔദ്യോഗിക വെബ്സൈറ്റിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ വിജയനെതിരെയുള്ള അന്വേഷണം കൂടുതൽ കുരുക്കാകും എന്ന് തിരിച്ചറിഞ്ഞ പാർട്ടി ഇപ്പോൾ വെപ്രാളപ്പെടുകയാണ്. പാർട്ടി അണികൾക്ക് വേണ്ടി ഇന്നലെ വിശദമായ ഒരു കുറിപ്പ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കി കീഴ്ത്തട്ടുകളിലേക്ക് അയച്ചു. വീണ വിജയനെ ന്യായീകരിക്കുന്ന ഒരു വിശദീകരണ കുറിപ്പ്. കേന്ദ്ര സർക്കാരിനെതിരെ സമരവുമായി ഇന്ന് ദില്ലിയിലേക്ക് പുറപ്പെട്ട മുഖ്യമന്ത്രിയും സംഘവും കൂടുതൽ പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്ന സംശയം ബലപ്പെടുന്നു. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ റിമാൻഡ് കാലാവധി 5 ദിവസത്തേക്ക് കൂടി ഇപ്പോൾ റാഞ്ചി പ്രത്യേക കോടതി നീട്ടിയിരിക്കുന്നു. സൂര്യപ്രകാശം എത്താത്തിടത്താണ് അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്നത് എന്ന് സോറന്റെ അഭിഭാഷകൻ കോടതി മുറിക്കുള്ളിൽ പറഞ്ഞു. നിരവധി സായുധ കമാൻഡോകളാണ് അദ്ദേഹത്തിന് കാവൽ നിൽക്കുന്നത്. ഉറങ്ങുമ്പോൾ പോലും സായുധ കമാൻഡോകൾ കാവൽ നിൽക്കുന്നു. ഒരു പൈപ്പിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഇരുട്ടുമുറിയിലേക്ക് വായുവെത്തുന്നത്. ഇന്ത്യയിലെ BJPക്ക് നിയന്ത്രണമുള്ള 17 സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക കരുതൽ, അല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് ആട്ടിപ്പായിക്കൽ എന്നതാണ് കേന്ദ്ര നയമെന്ന് പിണറായി വിജയൻ പറയുന്നു. ദില്ലിയിലേക്ക് സമരവുമായി പുറപ്പെടുന്ന പിണറായി വിജയന് പൂർണ്ണ ഐക്യദാർഢ്യവുമായി മറുവശത്ത് സ്റ്റാലിൻ നിൽക്കുന്നു. കർണാടക ഇക്കഴിഞ്ഞ ദിവസം ദില്ലിയിലെത്തി കേന്ദ്ര സർക്കാരിനെതിരെ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു. വലിയ പ്രാധാന്യമാണ് അത്തരം വാർത്തകൾക്കിന്ന് ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. പിണറായി വിജയൻ കർണാടക സർക്കാരിൻ്റെ സമരം എടുത്തു പറഞ്ഞു. BJP ഇതര സർക്കാരുകളെ ചേർത്തുപിടിച്ച് ദില്ലിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമ്മർദ്ദം ചെലുത്തുക എന്ന തന്ത്രം പിണറായി വിജയൻ പയറ്റുന്നത് കേരളത്തിന് വേണ്ടി മാത്രമാണോ, അതോ സ്വന്തം മകളെ കൂടി രക്ഷിക്കാനാണോ? ഹേമന്ത് സോറൻ ഇപ്പോൾ ഇരുട്ടറയിൽ കഴിയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കൂടുതൽ ഭയം ഉള്ളിൽ ജനിക്കുന്നുവോ? കേന്ദ്ര സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് SFIOയെ കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത്. മുൻപ് പാർട്ടി പ്രതിരോധവും EDക്കെതിരെയുള്ള സമരപരിപാടികളുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ED ഉദ്യോഗസ്ഥർക്കെതിരെ കേരള പോലീസ് കേസെടുത്ത അപൂർവ സാഹചര്യം വരെയുണ്ടായി. എന്നാൽ അതിശക്തമായ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് കുതിക്കുന്ന SFIO അന്വേഷണ സംഘത്തിന് മുന്നിൽ പതറി നിൽക്കാനേ പാർട്ടിക്കും പിണറായിക്കും ഇപ്പോൾ കഴിയുന്നുള്ളൂ. തെളിവുകൾ അത്ര ശക്തമാണ്. ജീവിക്കുന്ന തെളിവുകളോടെ അവർ തങ്ങളുടെ അന്വേഷണം ദ്രുതഗതിയിൽ മിന്നൽ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇന്നും തലസ്ഥാനത്ത് തുടരുന്ന SFIO കേരളത്തിന് നൽകുന്നത് പ്രത്യാശയുടെ ഒരു പുതിയ വെളിച്ചം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.